എന്താ എടുത്തി ഡള്ളായിരിക്കുന്നേ? രാവിലെ മുതല് നല്ല വയറുവേദന അഖിൽ. വയറുവേദനയോ? അതെന്താ മോളെ പെട്ടെന്ന്? ഹോസ്പിറ്റലിൽ പോകാൻ ചേച്ചി. ഭാസ്കർ ഓഫീസിലേക്ക് ഇന്ന് വരില്ലെന്ന് ഞാൻ അഭിയോട് പറഞ്ഞേക്കാം മോളെ. നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വാ. ഭാസ്കർ, ഭാസ്കർ. എന്താച്ചാ? ആ ഭാസ്കർ, ഭാവനയ്ക്ക് നല്ല വയറുവേദനയുണ്ട്. അവളെ നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വാ. ശരി അച്ഛാ. വാ ഭാവനെ. എന്റെ ഫ്രണ്ട്സ് വരുന്ന ദിവസം തന്നെ ഇങ്ങനെ വന്നല്ലോ. അടുക്കളയിൽ ജോലി ഉണ്ടാവുമല്ലോ. എല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ. അമ്മ ടെൻഷൻ ആകാതെ അമ്മയുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യാം. ഒറ്റയ്ക്ക് എങ്ങനെ ഇത്രയും ജോലിയൊക്കെ നീ ചെയ്യുക വസു? ഭാവനയ്ക്കാണെങ്കിൽ പെട്ടെന്നൊരു വയറുവേദനയും. ഞാനുകൂടെ സഹായിക്കട്ടെ? അതൊന്നും വേണ്ട അമ്മേ. അമ്മ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തോ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാർത്തികയോട് സഹായം ചോദിച്ചോളാം. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. എന്നോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞില്ലല്ലോ. ശരി വസു. ആ ഒരു കാര്യമുണ്ടേ, ഒരു കുറവും ഉണ്ടാകരുത്. വരുന്നവര് ഹാപ്പി ആയിട്ട് തിരിച്ചു പോണം. ശരി അമ്മേ. ഫ്രണ്ട്സൊക്കെ വരുന്നത് കൊണ്ട് അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അച്ഛാ. നിന്റെ അമ്മായിക്ക് അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് മോളെ. ഫ്രണ്ട്സ് വരുമ്പോൾ കുഴപ്പമൊന്നും വരാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാ. എടുത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയി വാങ്ങിട്ട് വരാം. ശരി അഖിൽ. എന്താണോ എന്തോ ഇവരുടെ ഓരോരോ ഭ്രാന്തും ആഗ്രഹങ്ങളും. അതുപോട്ടെ, ഈ കാർത്തിക് എന്തെടുക്കുക? നീ എങ്ങോട്ടാടി മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട്? എന്താ അറിയില്ലേ, ഇന്നലെ ഞാൻ എവിടെയാണോ പോയത് ഇന്നും ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഇന്നലെ നീ എങ്ങോട്ടാ പോയെ? എന്റെ വീട്ടിലേക്ക്. സത്യം പറയടി. മോഡലിംഗ് ഓഫീസില്. അങ്ങനെയാണോ? മോളെ കാർത്തികേ, ഞാനും കൂടി വരട്ടേടി. എനിക്കൊന്ന് മോഡലിംഗ് ചെയ്യാലോ. നിങ്ങളുടെ പ്രായത്തിനൊത്ത് സംസാരിക്കാൻഡി. ശരി ശരി. അത് നോക്ക്, ഇന്ന് ഈ വീട്ടില് ഏട്ടത്തിയുടെ കൂട്ടുകാരൊക്കെ ലഞ്ചിന് വരുന്നുണ്ട്. നീ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അവര് ലഞ്ചിന് വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പാചകം ചെയ്യണം. ഞാൻ ഇവിടുത്തെ പാചകക്കാരിയല്ല. അതിന് വസുവേടത്തി ഉണ്ടല്ലോ ഇവിടെ. അവര് പാചകം ചെയ്തോളൂ. ഞാൻ പോയി മോഡലിംഗ് ചെയ്തിട്ട് വരാം. ബൈ. ആരോടും പറയാതെയാണോ നീ പോന്നേ? നീ എവിടെയാന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? എന്തെങ്കിലൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യും. കാർത്തികേ, ഞാൻ മോഡലിംഗ് ചെയ്യട്ടെ ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് നിനക്ക് ഞാൻ മാനേജ് ചെയ്യണം. കാർത്തിക എവിടെ? എന്താ വരാത്ത ഇതുവരെ? ഒന്ന് വെയിറ്റ് ചെയ്യൂ ബോസ്, അവളിപ്പോ എത്തും. കുറെ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ആ ഷോയിൽ വെച്ച് അവളെ കണ്ടപ്പം മുതൽ അവളെ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്യുക ഞാൻ. ഭാഗ്യത്തിന് ഇപ്പോൾ ഒരവസരം കിട്ടി. കമ്മിറ്റ്മെന്റ് ചോദിച്ചാൽ ഉടനെ അവള് സമ്മതിക്കുമായിരിക്കോ? എടാ, നമ്മൾ പെട്ടെന്ന് ആ പോയിന്റിലേക്ക് പോകരുത്. ആദ്യം ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കൊതിപ്പിക്കണം. നമ്മുടെ ഫാഷൻ ഷോസിനെ പറ്റി പറഞ്ഞ് നമുക്കവളെ ആശിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അങ്ങോട്ട് അവളെല്ലാം തന്നെ സമ്മതിക്കും. അതിനുശേഷം അവളിൽ ഒരു പൂമാല ഞാൻ ചാർത്തും. കാര്യം കഴിഞ്ഞാൽ ഉടനെ ആ പൂമാല അങ്ങെടുത്ത് കളയുമല്ലേ? You cheaters!
മോഡലിങ്ങിന് അവസരം വാങ്ങിത്തരാന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെയാണോ? എന്റെ ടാലന്റ് കണ്ടിട്ട് എനിക്കൊരു അവസരം തരുന്നെന്ന് വിചാരിച്ചേ. ഇപ്പൊ തന്നെ ഞാൻ പുറത്തു പോയി നിങ്ങൾക്കുള്ള ശിക്ഷ വാങ്ങിത്തരാം. നിങ്ങളുടെ ഓഫീസ് അടച്ചു പൂട്ടിച്ച് എല്ലാവരെയും ജയിലിലാക്കും ഞാൻ. നിക്കടി, നീ എങ്ങോട്ട് പോവാ? എവിടെ പോവാന്ന്? എന്റെ അടുത്തേക്ക് വരരുത്. അവളെ പിടിക്കടാ, ഒന്ന് ഓടി ചെല്ലടാ. വസു, പാചകമൊക്കെ ആരംഭിച്ചോ? ഇല്ല അമ്മേ, ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ പാചകം തുടങ്ങും. നന്നായിട്ടുണ്ടാക്കണേ. എന്റെ ഫ്രണ്ട്സിനോട് നിന്നെപ്പറ്റി ഞാൻ പുകഴ്ത്തി പറഞ്ഞിരിക്കുക. അമ്മയുടെ വാക്ക് സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാ. അമ്മയുടെ ഫ്രണ്ട്സ് വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിൽ ലഞ്ച് കഴിക്കാനും ഡിന്നർ കഴിക്കാനും വരുന്ന പോലെ ചെയ്യാം. മോളെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമല്ലേ? പാവം, നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഭാവനയ്ക്ക് ശരീരസുഖം ഉണ്ടായിരുന്നെങ്കിൽ അവള് നിന്നെ സഹായിക്കുമായിരുന്നു. അതുപോട്ടെ, ഞാനെന്തേലും ഹെൽപ്പ് ചെയ്യണോ? വേണ്ട അമ്മേ, അമ്മയുടെ ഫ്രണ്ട്സ് എത്താറായില്ലേ, അമ്മ പോയി അവരെത്തിയോന്ന് നോക്ക്. എന്നാ ശരി മോളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാർത്തികയെ വിളിക്കാൻ മടിക്കണ്ട. ആ പക്ഷേ അവളെ കൊണ്ട് പാചകമൊന്നും ചെയ്യിപ്പിക്കണ്ട കേട്ടോ. നിനക്കറിയാവുന്നല്ലേ അവള് പാചകം ചെയ്താലുള്ള അവസ്ഥ. അറിയോ അമ്മേ. ഇന്നത്തെ ദിവസം മറക്കാനാവാത്ത ഒരു ദിവസമാവണം. രാവിലെ മുതലേ കാർത്തികയെ കാണാനേ ഇല്ലല്ലോ. റൂമിൽ കാണുവോ? അമ്മയുടെ ഫ്രണ്ട്സ് വരുന്നെന്ന് അവൾ അറിഞ്ഞു കാണുവോ? എന്തൊക്കെയായാലും അവളോടൊന്ന് പറയുന്നതാ നല്ലത്. കാർത്തിക, കാർത്തിക, റൂമിലില്ലല്ലോ. പിന്നെ കാർത്തിക എവിടെ പോയി? അവൾ ഉറപ്പായിട്ട് ഇവിടെ തന്നെ കാണാം. ഒരു കാരണവശാലും വിടരുത്. അവളെ കൊന്നിട്ടായാലും ശരി, നമ്മുടെ കാര്യം സാധിച്ചേക്കണം. നീ അവിടെ പോയി നോക്ക്.
എളേമേ, കാർത്തികയെ കണ്ടായിരുന്നോ? ഇവളോട് സത്യം പറയാൻ പാടില്ല. ഇല്ല വസു, എന്താ? റൂമിൽ കണ്ടില്ല. എവിടെ പോയി അവള്? അവളെ കൊണ്ടെന്തെങ്കിലും ആവശ്യമുണ്ടോ? അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമല്ലേ, എല്ലാവരും വീട്ടിലുണ്ടാകണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ മുതൽ വീട്ടിൽ തന്നെ ഉണ്ട് വസു. കാർത്തിക് എവിടെയാണെന്നും എങ്ങോട്ടാ പോയെന്നും എനിക്ക് എങ്ങനെ അറിയാം? ഇവൾ എവിടെ പോയതായിരിക്കും? അമ്മയുടെ ഫ്രണ്ട്സ് വരുമ്പോ അവൾ ഇവിടെ ഇല്ലാതിരുന്ന അമ്മയ്ക്ക് ദേഷ്യം വരും. ഒരു തവണ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ബോസ്, അവൾ ഇവിടെ ഉണ്ട്. നീ എവിടെ ഓടിപ്പോടി? നിനക്കിവിടുന്ന് രക്ഷയില്ലടി. നിന്റെ കാര്യത്തിൽ ഇന്ന് ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും. കാർത്തിക, ഫോൺ എടുക്ക് നീ. ഹലോ കാർത്തിക. പിടിക്കണം അവളെ, അവളെ വിടരുത്. കാർത്തിക, ഹലോ. കാർത്തിക, കാർത്തിക. എടാ ദ്രോഹി, മോഡലിങ്ങിന് ചാൻസ് വാങ്ങി തരാന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാണോ? ഞാൻ ആർക്കു വേണ്ടി വെറുതെ ഒന്നും ചെയ്യാറില്ലടി. എനിക്ക് ആവശ്യമുള്ളത് നീ തന്നാ നിനക്ക് ആവശ്യമുള്ളത് ഞാനും തരൂടി. വിടന്നെ, ഞാൻ അങ്ങനെയുള്ള ഒരു പെണ്ണല്ല. മര്യാദയ്ക്ക് എന്നെ വിടുന്നുണ്ടോ? വിടന്നെ. പക്ഷെ ഞാൻ അങ്ങനെ അടി. നിന്നെ കൊന്നാലും ശരി, എന്റെ കാര്യം ഞാൻ സാധിക്കും. കാർത്തിക, കാർത്തിക. ഹലോ കാർത്തിക. കാർത്തിക എന്തോ ആപത്തിൽ പെട്ടിരിക്കുക. ഉടനെ അവളെ രക്ഷിച്ചേ പറ്റൂ. ഏട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കാം. ഏട്ടനോ അഖിലോ ആരും അറിയാൻ പാടില്ല. പറഞ്ഞോ കാർത്തിക മോശക്കാരിയാകും. ഞാൻ തന്നെ പോയി കാർത്തികയെ രക്ഷിക്കും. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ പുറത്ത് ആരോടും ഇത് പറയില്ല. ദയവേത് എന്നെ വെറുതെ വിടൂ. കാര്യം കഴിഞ്ഞിട്ട് നിന്നെ വിട്ടേക്കാം. മര്യാദയ്ക്കൊന്ന് സമ്മതിച്ചേക്കാം. പ്രശ്നം ഉണ്ടാക്കാതിരുന്ന കാര്യം കഴിഞ്ഞിട്ട് നിനക്ക് പോവാം. പ്ലീസ്, എന്റെ വിവാഹം കഴിഞ്ഞതാണ്. ഒരു നല്ല കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുപോലെ നല്ലൊരു കുടുംബത്തിലെ മരുമകളുമാണ്. എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് പ്ലീസ്, പ്ലീസ്. ഇവിടെ എന്ത് നടന്നാലും ഇവിടെ വെച്ച് തന്നെ മറന്നേക്കാം. നിന്റെ ലൈഫ് ഹാപ്പി ആയിരിക്കും. നിനക്ക് മോഡലിംഗിൽ അവസരം തരാം.
വലിയ മോഡലൊക്കെ ആവാന്നേ. കൈ നിറയെ ക്യാഷ് ഉണ്ടാക്കാം. എനിക്കൊരു ചാൻസും വേണ്ട. എന്നെ വിട്ടേക്ക്. വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം തരാം. പ്ലീസ് എന്നെ വിട്ടേക്ക്. എനിക്കെന്തിനാടി കാശ്? എനിക്ക് വേണ്ടത് നിന്നെയല്ലേ. വെറുതെ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് പതുക്കെ തുടങ്ങിയാലോ? പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ് 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 എന്നെ ഒന്നും ചെയ്യല്ലേ. എടുത്തേ. പ്ലീസ് എടുത്തേ, എന്നെ രക്ഷിക്കെടുത്തേ. മോഡലിങ്ങിന് അവസരം തരാന്ന് പറഞ്ഞെന്നെ ഇവര്. എനിക്കറിയാം കാർത്തിക, ഫോണിൽ ഞാൻ എല്ലാം കേട്ടതാ. അതുകൊണ്ട് തന്നെയാ വന്നത്. ഓ, അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവളെ രക്ഷിക്കാൻ വന്നാണോ? എന്റെ അനിയത്തിയുടെ ദേഹത്ത് തൊട്ടാ കൊന്നുകളയും നിന്നെ ഞാൻ. ആ, ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് കരുതിയോടി. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടീ. നീ എന്നെ കണ്ടിട്ടില്ലല്ലോ. എന്നെ പോലുള്ള ആൾക്കാർ വേറെ, ഞാൻ വേറെ. നല്ല ബിൽഡപ്പ് കിട്ടുന്നുണ്ടല്ലോ. ഡാ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആടാ. വന്ന് പെട്ടത് കണ്ടില്ലേ? നമുക്കങ്ങ് തുടങ്ങിയാലോ? നീ പോയി അവളെ പിടിക്ക. അടുത്തേക്ക് വരരുത്, കൊല്ലും ഞാൻ. ആ, പോയി പിടിക്കടാ. നീ ഇവനെ തല്ലാൻ മാത്രം വളർന്നോ? എങ്കി എന്നെ അടിച്ചു നോക്കടി. ആദ്യം അടിക്കേണ്ടത് നിന്നെയാ. ഇനി ഒരു തവണ കൂടി ഏതെങ്കിലും പെണ്ണിനോട് ഇങ്ങനെ ചെയ്താ നിന്റെ കഥ കഴിക്കും. കാർത്തിക, നീ ചെല്ല്. വയറുവേദനയ്ക്ക് കുറവുണ്ടോ ഭാവനെ? ഇപ്പൊ കുഴപ്പമില്ല അച്ഛാ. എങ്ങനെയുണ്ട് ഭാവനെ? ഡോക്ടർ എന്താ പറഞ്ഞ എടുത്തി? പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഇന്നലെ രാത്രി കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ആവാതെ ഫുഡ് പോയിസൺ ആയതാ. ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അത്രേ ഉള്ളോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ, ഇപ്പൊ കുറവുണ്ട്. നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ എല്ലാവരും വിഷമിച്ചു മോളെ. ഇവക്ക് ചെറിയൊരു വയറുവേദന വന്നപ്പോ വലിയേട്ട സിനിമയിലെ ആർട്ടിസ്റ്റുമാരെ പോലെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നങ്ങ് പേടിക്കാൻ തുടങ്ങും. എനിക്കൊരു രണ്ടാം കല്യാണം നടത്താൻ പറഞ്ഞപ്പോ മലയാള സിനിമയിൽ വരുന്ന റൗഡികളെ പോലെ ദേഷ്യത്തോടെ നോക്കും. പ്രിയദർശൻ പടം പോലെ ഇരിക്കേണ്ട എന്റെ ജീവിതം അടൂർ ഗോപാലകൃഷ്ണന്റെ പടം പോലെയായി. അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നായിരുന്നു അമ്മേ? ഇതുവരെ വന്നില്ല മോളെ. വസു അടുക്കളയിലാണ്. ഞാൻ പോയി വസുവിനെ ഹെൽപ്പ് ചെയ്യട്ടെ അമ്മേ? അതവള് നോക്കിക്കോളൂന്നേ. നീ പോയി റെസ്റ്റ് എടുക്ക്. ആഹാ, വരൂ വരൂ വരൂ. നിങ്ങളെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പ്രമീള, പാർവതി, ഉമ, വിശാലം എന്തൊക്കെയുണ്ട്? നന്നായി. ഒരുപാട് നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. സുഖമാണല്ലോ അല്ലേ? സുഖായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? ഒരുപാട് നാളായി എല്ലാവരും കാണണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാ സമയം കിട്ടിയത്. ഉടനെ ഇങ്ങോട്ട് വന്നു. കണ്ടതിൽ വളരെ സന്തോഷം. ഇതെന്റെ മൂത്ത മകൻ ഭാസ്കർ. നമസ്കാരം. ഇളയ മകൻ അഖിൽ. നമസ്കാരം. മക്കളെ എല്ലാവരും ഞങ്ങൾക്ക് അറിയാം. മരുമക്കൾ